സാൻഫോർഡ് കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരേഡ് എന്നാണ് സെന്റ് പാട്രിക്സ് ഡേയോടനുബന്ധിച്ച ന്യൂയോർക്ക് പരേഡ് അറിയപ്പെടുന്നത്. ന്യൂയോർക്കിലും അമേരിക്കയിലും ബ്രിട്ടനിലുമെല്ലാം സെന്റ് പാട്രിക്സ് ഡേ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. പച്ച വസ്ത്രങ്ങൾ ധരിച്ച് താളമേളങ്ങളുടെ അകമ്പടിയോടെ നൃത്തച്ചുവടുകളോടെയാണ് അവർ ഈ പരേഡിൽ അണിനിരുന്നത്. ഏകദേശം 1 മില്യൺ ആളുകളാണ് ഇതിൽ പങ്കെടുത്തത്. ന്യൂയോർക്കിലെ സെന്റ് പാട്രിക്സ് ഡേ പരേഡിൽ ഏകദേശം 1 മില്യൺ ആളുകളാണ് പങ്കെടുത്തത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരേഡാണ് വിശുദ്ധ പാട്രിക്സിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച ന്യൂയോർക്ക് പരേഡ്. എല്ലാവരും പച്ച നിറത്തിലുള്ള വേഷമാണ് ധരിച്ചിരിക്കുന്നത്. .4 കിലോമീറ്റർ ദൂരെയുള്ള ഫിഫ്ത്ത് അവന്യൂവിലേക്ക് നടത്തുന്ന ഈ പരേഡിൽ ലക്ഷങ്ങളാണ് അണിനിരുന്നത്. ഏകദേശം 5 മണിക്കൂറാണ് 2.5 കിലോമീറ്റർ പിന്നിടാനെടുത്ത സമയം. സാധാരണക്കാരായ ജനങ്ങളെ കൂടാതെ പോലീസിലെയും സൈന്യത്തിലെയും അഗ്നിശമന സേനയിലേതും ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി സംഘടനകളും പരേഡിൽ അണിനിരുന്നു. ലണ്ടനിലും അതിമനോഹരമായ സെന്റ് പാട്രിക്സ് ഡേ ആഘോഷ പരിപാടികളോടെയാണ് നടന്നത്. ലണ്ടൻ സംസ്കാരത്തെ വിളിച്ചറിയിക്കുന്നതായിരുന്നു ഇവിടുത്തെ ആഘോഷ പരിപാടികൾ. ഐറിഷ് സംഗീതത്തിന്റെ അകമ്പടിയിൽ അവർ നൃത്തച്ചുവടുകൾ വെച്ചു. ലണ്ടനിലെ തെരുവുകൾ സംഗീത സാന്ദ്രമായി. ബാൻഡ് മേളത്തിന് പുറമെ മനോഹരമായ പ്ലോട്ടുകളും ലണ്ടന്റെ തെരുവുകളെ പ്രൗഢഗംഭീരമാക്കി. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവിധ ജനവിഭാഗങ്ങളും ഈ സന്തോഷത്തിൽ പങ്കുചേർന്നു. ലണ്ടനിലെത്തിയ കൂടുതൽ പേരും അയർലൻഡുകാരാണ്. പ്രത്യേകമായി ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനായി എത്തിയവരാണവർ. അതുകൊണ്ട് ഐറിഷ് കലാരൂപങ്ങളും സ്റ്റേജിൽ അരങ്ങേറി. സെന്റ് പാട്രിക് ഡേയോടനുബന്ധിച്ച് വൈറ്റ് ഹൗസിന് മുന്നിലെ സൗത്ത് ലോൺ വെള്ളച്ചാട്ടത്തെ പച്ച നിറത്തിലാക്കിയാണ് അമേരിക്ക ഈ ദിനത്തെ അനുസ്മരിച്ചത്.